നമസ്കാരം. കവറ്റ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിൽ ആദ്യം ആരാണ് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൻ്റെ ഫസ്റ്റ് സ്ലൈഡ് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡൻറ്റ്, ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1950 മുതൽ 62 വരെ 12 വർഷക്കാലമാണ് അദ്ദേഹം പ്രസിഡൻ്റായിട്ടിരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം പ്രസിഡൻ്റ് ആയതും രാജേന്ദ്ര പ്രസാദാണ്. പിന്നെ 2 ടൈം ഫുൾ ടൈം കംപ്ലീറ്റ് ചെയ്തതും രാജേന്ദ്ര പ്രസാദാണ്. അപ്പോൾ പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. 48 മുതൽ 50 വരെ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു. അടുത്തായി പ്രൈം മിനിസ്റ്റർ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി, അതായത് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ചെയർമാനായിരുന്നു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, യൂണിയൻ പവർ കമ്മിറ്റി, സ്റ്റേറ്റ്സ് കമ്മിറ്റി ഇതിൻ്റെയൊക്കെ ചെയർമാൻ കൂടിയായിരുന്നു. കൂടാതെ 1947 മുതൽ 1964 വരെ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അതായത് മരിക്കുന്നവരെ അദ്ദേഹം 64 മരിക്കുന്നവരെ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഇപ്പോൾ ആദ്യത്തെ ഇന്ത്യക്കാരൻ, നോബൽ പ്രൈസ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ് ടാഗോർ നോബൽ പ്രൈസ് കിട്ടുന്നത് 1913 രവീന്ദ്രനാഥ് ടാഗോറിന് നോബൽ പ്രൈസ് കിട്ടുന്നത്. ലിറ്ററേച്ചറിനാണ് നോബൽ പ്രൈസ് കിട്ടുന്നത്. ഇപ്പോൾ നൊബേൽ കിട്ടുന്ന ആദ്യത്തെ നോൺ യൂറോപ്യൻ ആയിട്ടുള്ള വ്യക്തി, ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് കിട്ടുന്ന നോൺ യൂറോപ്യൻ ആയിട്ടുള്ള ആദ്യത്തെ വ്യക്തി എന്ന വിശേഷണം കൂടി രവീന്ദ്രനാഥ് ടാഗോറിനുണ്ട്. അതായത് ഗുരുദേവ് എന്നാണ് വിളിക്കാറ്. പിന്നെ ഇന്ത്യയുടെ നാഷണൽ ആന്തം ജനഗണമന എഴുതിയതും, പിന്നെ ബംഗ്ലാദേശിൻ്റെ നാഷണൽ ആന്തം അമർ സോനാർ ബംഗ്ല എന്ന നാഷണൽ ആന്തം എഴുതിയതും അദ്ദേഹം തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് WC ബാനർജി, അതായത് ഉമേഷ് ചന്ദ്ര ബാനർജി. ഈ ഉമേഷ് ചന്ദ്ര ബാനർജിയാണ് ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിലേക്ക് ആദ്യമായിട്ട് മത്സരിച്ച ഇന്ത്യക്കാരനും ഉമേഷ് ചന്ദ്ര ബാനർജിയാണ്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് സെഷൻ ബോംബെയിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ അതിലായിരുന്നു ഫസ്റ്റ് പ്രസിഡൻ്റായിട്ട് ഉമേഷ് ചന്ദ്ര ബാനർജിയെ തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റാണ് ബദ്രുദ്ദീൻ തയാബ്ജി. ഇദ്ദേഹം ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റും 3ാമത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. 1887 മദ്രാസിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിലാണ് ഇദ്ദേഹം പ്രസിഡന്റായത്. ഇപ്പോൾ ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയത് വില്യം ബെൻഡിക്റ്റ് ആണ്. 1833 മുതൽ 1835 വരെ അദ്ദേഹം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്നു. അപ്പോൾ സതി സിസ്റ്റം 1829 സതി സിസ്റ്റം നിരോധിച്ചത് അദ്ദേഹമാണ്. ബംഗാൾ സതി റെഗുലേഷൻ ആക്ട് വഴി സതി സിസ്റ്റം നിരോധിച്ചതും വില്യം ബെൻഡിക്റ്റ് ആണ്. 1833 ചാർട്ടർ ആക്ട് വഴിയാണ് അദ്ദേഹം ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആവുന്നത്. പിന്നീട് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളാണ് വാരൻ ഹാസ്റ്റിങ്സ്. 74 മുതൽ 85 വരെയാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളായിട്ട് നിയമിതനായത്. ഇപ്പോൾ 1773 റെഗുലേറ്റിംഗ് ആക്ട് വഴിയാണ് അദ്ദേഹം ഗവർണർ ജനറൽ ഓഫ് ബംഗാളായത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് 2 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഫസ്റ്റ് മറാത്ത വാർ 1775 ഫസ്റ്റ് മറാത്ത വാറും സെക്കൻഡ് മൈസൂർ വാർ 1780 സെക്കൻഡ് മൈസൂർ വാർ നടന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്താണ്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഓർത്തിരിക്കാൻ വേണ്ടി ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ബംഗാളിലെ ആദ്യ ഗവർണർ ജനറലാണ് വാരൻ ഹാസ്റ്റിങ്സ്. അപ്പോൾ അഴിമതി ആരോപിച്ചാണ് അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്തത്. അപ്പോൾ ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ആദ്യത്തെ ഗവർണർ ജനറലാണ് വാരൻ ഹാസ്റ്റിങ്സ്. ഇപ്പോൾ ലോർഡ് കാനിങ് ബ്രിട്ടീഷ് വൈസ്രോയ് ഓഫ് ഇന്ത്യ, ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയ് ഓഫ് ഇന്ത്യയാണ് ലോർഡ് കാനിങ്. 1858 അദ്ദേഹം ബ്രിട്ടീഷ് വൈസ്രോയ് ഓഫ് ഇന്ത്യ ആവുന്നത്. അതായത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിന് ശേഷം ആണ് അദ്ദേഹം വൈസ്രോയ് ഓഫ് ഇന്ത്യ ആവുന്നത്. അതിനു മുമ്പ് അദ്ദേഹം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്നു. അപ്പോൾ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുമ്പോൾ അദ്ദേഹം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. കൂടാതെ അദ്ദേഹം ഗുഡ്സ് ഡിസ്പാച്ചിനെ ബേസ് ചെയ്തിട്ട് 3 മോഡേൺ യൂണിവേഴ്സിറ്റീസ് കൽക്കട്ടയിലും മദ്രാസിലും ബോംബെയിലും അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി അദ്ദേഹത്തെ പറ്റി ഓർത്തു വെക്കേണ്ടതാണ്. കൂടാതെ 1856 വിഡോ റീമാരേജ് ആക്റ്റും പാസ്സാക്കിയത് അദ്ദേഹമാണ്.
അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, ഫ്രീ ഇന്ത്യയുടെ, അതായത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയാണ് ലോർഡ് മൗണ്ട് ബാറ്റൻ. ലോർഡ് മൗണ്ട് ബാറ്റൻ 1947 ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആവുന്നത്. അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് പാസ്സാക്കുമ്പോൾ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് പാസ്സാക്കുമ്പോൾ ഗവർണർ ജനറലും മൗണ്ട് ബാറ്റനാണ്. അപ്പോൾ മൗണ്ട് ബാറ്റൻ പ്ലാൻ, അതായത് ഇന്ത്യയെ വിഭജിക്കാനുള്ള പ്ലാൻ രൂപീകരിക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതും മൗണ്ട് ബാറ്റനാണ്. ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ അതാണ് രാജഗോപാലാചാരി. രാജഗോപാലാചാരി നമ്മൾ രാജാജി എന്നും CR എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഗാന്ധിജി രാജഗോപാലാചാര്യനെ വിശേഷിപ്പിച്ച എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നാണ് രാജഗോപാലാചാര്യനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് ഭാരതരത്നം ലഭിക്കുന്നതും അദ്ദേഹത്തിന് 3 പേർക്ക് ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരാൾ രാജഗോപാലാചാരിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രിൻറ്റിംഗ് പ്രസ് കൊണ്ടുവന്നത് അത് ജെയിംസ് ഹിക്കിയാണ്. ജെയിംസ് ഹിക്കി അയർലൻഡുകാരനായിട്ടുള്ള ഒരു പത്രപ്രവർത്തനമായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടിച്ച വർത്തമാന പത്രവും ഹിക്കിയുടെ ബംഗാൾ ഗസറ്റാണ്. അപ്പോൾ കൺക്ലൂഷണസ് ഫിലോസഫിക്കാസ് എന്ന ഒരു ഫസ്റ്റ് ബുക്ക് പ്രിൻ്റ് ചെയ്ത് ഇന്ത്യയിൽ ഫസ്റ്റ് ബുക്ക്, ഏറ്റവും ആദ്യത്തെ ബുക്ക് കൺക്ലൂഷണസ് ഫിലോസഫിക്കാസ് എന്ന ബുക്ക് ആദ്യമായിട്ട് പ്രിൻ്റ് ചെയ്ത് ആ ബുക്കാണ്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് പാസ്സായ ആദ്യ ഇന്ത്യക്കാരൻ സത്യേന്ദ്രനാഥ് ടാഗോർ. ഇദ്ദേഹം രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ചേട്ടനാണ്. സത്യേന്ദ്രനാഥ് ടാഗോർ 1863 അദ്ദേഹം സിവിൽ സർവീസ് പാസ്സായത്. അതായത് 61 സിവിൽ സർവീസ് ഇന്ത്യക്കാർക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. 63 അദ്ദേഹം സിവിൽ സർവീസ് പാസ്സായി. ബഹിരാകാശത്തേക്ക് പോയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. 1984 ബഹിരാകാശത്തേക്ക് പോകുന്നത്. സോയൂസ് T-11 റോക്കറ്റിൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ സോയൂസ് T-11 റോക്കറ്റിലാണ് അദ്ദേഹം ബഹിരാകാശത്തേക്ക് പോകുന്നത്. ഇപ്പോൾ ഫുൾ ടൈം കംപ്ലീറ്റ് ചെയ്യാതെ റിസൈൻ ചെയ്ത ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാണ് മൊറാർജി ദേശായി. 1977 എമർജൻസിക്ക് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിക്ക് കീഴിൽ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൊറാർജി ദേശായി. അപ്പോൾ മൊറാർജി ദേശായിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം നോൺ കോൺഗ്രസ് പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ്. അതായത് കോൺഗ്രസ് അല്ലാത്ത പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം. 1979 രാജിവെക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് താഴെ വീണു. അപ്പോൾ രാജിവെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ഇന്ത്യ, അതായത് കമാൻഡർ ഇൻ ചീഫ് ഓഫ് ഇന്ത്യ, ആദ്യത്തെ ഇന്ത്യൻ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ഇന്ത്യയാണ് ജനറൽ കരിയപ്പ. 1949 കമാൻഡർ ഇൻ ചീഫ് ആവുന്നത്. 5 സ്റ്റാർ റാങ്ക് ഓഫ് ഫീൽഡ് മാർഷൽ എന്ന പദവി കിട്ടിയ 2 ഇന്ത്യക്കാരിൽ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സിൽ ഒരാളാണ് കരിയപ്പ. അപ്പോൾ രണ്ടാമത്തെ ആൾ സാം മനേക്ഷ. ഫസ്റ്റ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആണ് മഹാരാജ് രാജേന്ദ്ര സിംഗ് ജി. 1953 ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആവുന്നത്. അപ്പോൾ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ജോയിൻ ചെയ്ത ആദ്യത്തെ ഇന്ത്യക്കാരാണ് SP സിൻഹ, അതായത് സത്യേന്ദ്ര പ്രസന്ന സിൻഹ. 1909 അദ്ദേഹം ആദ്യമായിട്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ജോയിൻ ചെയ്യുന്നത്. കൂടാതെ 1915 ബോംബെയിൽ വെച്ച് INCയുടെ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പ്രസിഡന്റ് കൂടിയാവുന്നുണ്ട്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ പ്രസിഡന്റാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ. 1967 തുടങ്ങി 1969 വരെ ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അത് അടക്കം ചെയ്തിരിക്കുന്നത് ന്യൂഡൽഹിയിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ ക്യാമ്പസിൽ ആണ് അടക്കം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റും സക്കീർ ഹുസൈനാണ്. ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് അതും സക്കീർ ഹുസൈനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ അത് SHF മനേക്ഷയാണ്, അതായത് സാം മനേക്ഷ. SHF മനേക്ഷയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ. അപ്പോൾ 1971 നമുക്കറിയാം ഇൻഡോ പാക് വാർ നടന്നത് 1971. അപ്പോൾ ഇൻഡോ പാക് വാറിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഫലം കൂടിയാണ് അദ്ദേഹത്തിന് ഫീൽഡ് മാർഷൽ പദവി 1973 കൊടുത്തത്.
അപ്പോൾ ഫിസിക്സിൽ നൊബേൽ പ്രൈസ് കിട്ടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് CV രാമൻ. CV രാമന് നൊബേൽ പ്രൈസ് കിട്ടുന്നത് 1930 CV രാമന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ ഡിസ്കവറി അത് രാമൻ എഫക്റ്റും അല്ലെങ്കിൽ രാമൻ സ്കാറ്ററിങ് ഇത് കണ്ടുപിടിച്ചതിനാണ് അദ്ദേഹത്തിന് ഫിസിക്സിന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ 1954 അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചിട്ട് ഭാരതരത്ന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സയൻസ് ബ്രാഞ്ചിൽ നൊബേൽ പ്രൈസ് കിട്ടുന്ന ആദ്യത്തെ ഏഷ്യൻ വ്യക്തി കൂടിയാണ് CV രാമൻ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഒന്നാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗത്തിൽ നമുക്ക് കൂടുതൽ വ്യക്തികളെ പരിചയപ്പെടാം. അപ്പോൾ ഇതിൻ്റെ PDF താഴെ കൊടുത്തിട്ടുള്ള ടെലഗ്രാം ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു.